Hi besties, welcome back to my channel. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അത് ഇന്ന് കുക്കിംഗ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പിക്കിളാണ്, ഒരു പാവയ്ക്ക അച്ചാർ. അപ്പോൾ ചിലയിടത്ത് കൈപ്പയ്ക്ക എന്നൊക്കെ പറയും അതിനെ. അതുപോലെ ഞങ്ങളുടെ അവിടെ കൈപ്പയ്ക്ക എന്നാണ് പറയുക. ചിലയിടത്ത് അത് പാവയ്ക്ക എന്ന് പറയും. അപ്പോൾ പാവയ്ക്ക അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. പാവയ്ക്കയ്ക്ക് നോർമലി ഒരു കയ്പ് ഉണ്ടാവുമല്ലോ, പക്ഷേ അത്രയും കയ്പില്ലാതെ തന്നെ നമുക്ക് ഈ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ വലതുഭാഗത്തായിട്ട് ഒരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബെല്ലൈക്കൻ കാണിക്കും, ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പോലെ ഒരു സിമ്പിൾ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ നമുക്ക് ഈ ചാനൽ എങ്ങനെയാണ് നമ്മുടെ ഈ പാവയ്ക്കച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ കുറച്ച് ഇഞ്ചി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചത്, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത്, പിന്നെ വേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് നമ്മുടെ ഉണക്കമുളകാണ്. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഉണക്കമുളക് നമ്മൾ പച്ചമുളക് ചേർക്കണില്ല അതിൽ, മുളക് പൊടിയും അതുപോലെ ഉണക്കമുളകുമാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മൾ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ വൈറ്റ് വിനെഗർ, നമ്മുടെ നാടൻ വിനെഗർ ചൊറുക്കി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന വൈറ്റ് വിനെഗർ ചേർക്കാം. പിന്നെ ആവശ്യമുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കൈപ്പക്ക. ചിലയിടത്ത് പാവയ്ക്ക എന്ന് പറയും, ചിലയിടത്ത് ഇത് കൈപ്പക്ക എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ചെറുതായി നൈസായിട്ട് അരിഞ്ഞിട്ടാണിത്. മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മളിത് പിഴിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കയ്പ്പ് വെള്ളമൊക്കെ നമ്മൾ ആ ഉപ്പ് ചേർത്ത് വെക്കുമ്പോൾ തന്നെ കയ്പ്പ് വെള്ളമൊക്കെ വരും. ആ കയ്പ്പ് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കാണിത്. ഇനി നമുക്ക് വറുത്തെടുക്കണം ചെറുതായിട്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടൊന്ന് വറുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച്, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക എന്നിട്ടിട്ട് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മൊരിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് വറുക്കാം. ഇപ്പം നമുക്ക് ഇതിങ്ങനെ വറുത്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മൊരിച്ചെടുക്കുമ്പോൾ അതിലെ കയ്പ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊരിച്ചെടുക്കുന്നത്. ചിലർ വറുത്തിട്ട് നമ്മൾ വറുത്തതിന് ശേഷം അച്ചാറിടും. അങ്ങനെ ആകുമ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് അതും ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് മൊരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മുരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് വറവാവണ്ട. അപ്പോൾ നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് ഇത് പകർത്തി വയ്ക്കുക. ഇനി നമ്മളിത് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയോ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൊരിയുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കായും അതുപോലെ നമ്മൾ ഉലുവയും പൊടിച്ച് ചേർക്കും. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചാറിൽ ചേർക്കില്ല. നമ്മൾ കായം പൊടി ഉലുവപ്പൊടി ചേർക്കുമ്പോൾ അച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കായം പൊടിക്കുന്നതിന് പകരം ഞാൻ ഓൾറെഡി ഇവിടെ കായം പൊടി വാങ്ങിയിട്ടുണ്ട്. LGയുടെ കായം പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഉലുവ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അതിൽ നമ്മൾ ഉലുവ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അല്ലെങ്കിൽ ചിലർ ഉലുവ നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കും. അത് നമുക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ അങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഉലുവ ചേർത്ത് വറുത്ത് കൊടുക്കുകയാണ്. മതിയില്ലേ? ഈ ഉലുവ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഈ ഉലുവ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഉലുവ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണം. അച്ചാറിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് ഇഞ്ചി. ഇല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ഈ ഇഞ്ചി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് അരിഞ്ഞ് ചേർക്കുന്നത് അല്ലെങ്കിൽ മുഴുവനായി ചേർക്കുന്നത് ഇഷ്ടമാണ് വെളുത്തുള്ളി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കമുളക് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കൂടുതലായിട്ട് മൊരിഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉണക്കമുളകാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുളക് അത് ചൂടാവുന്ന സമയത്ത് തന്നെ നമ്മൾ വേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ അച്ചാറിൽ വേപ്പില ചേർക്കണം നല്ലതാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. വേപ്പിലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പിലയാണ്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ എന്താ പറയുക പാവയ്ക്ക് പിഴിയുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറിലേക്കായിട്ട്. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മൊരിയണം. നമ്മൾ പാവയ്ക്ക പിഴുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിരുന്നു. മുളക് പൊടി നന്നായി മൂത്തുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അല്പം ചൊറുക്ക ചേർത്ത് കൊടുക്കുക. ഈ ചൊറുക്ക ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. കാരണം നമ്മൾ പാവയ്ക്ക പിഴിയുന്ന സമയത്ത് പാവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും ഈ മസാലകളും അതുപോലെ ചൊറുക്കി നന്നായി ഒന്ന് മിക്സ് ആവണം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ഇതൊന്ന് തള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്കയിൽ ഓൾറെഡി നമ്മൾ വറുത്തേക്കുന്ന കുറച്ച് എണ്ണയുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ചൊറുക്ക ഒഴിച്ച് കൊടുക്കുക. ഇല്ല പുളി അധികം ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം വേണം. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. പച്ചവെള്ളവും ചേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവയും കായും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അച്ചാറിന് പ്രത്യേക ഒരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്.
ഇത് 2 ദിവസം അങ്ങനെ കുപ്പിയിൽ അടച്ചു വെക്കണം ഇളക്കാതെ. അപ്പോഴും നമുക്ക് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അച്ചാർ നേരെ വെച്ചെന്നുണ്ടെങ്കിൽ കുപ്പിയിൽ അടച്ചു വെച്ചെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ആ അച്ചാർ കുപ്പി ഒന്ന് തിരിച്ചു വെക്കുക. അപ്പം താഴെയുള്ള എണ്ണയൊക്കെ മുകളിലേക്ക് ഇറങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗത്തുള്ള കുപ്പിയുടെ താഴത്തെ ഭാഗത്തുള്ള അച്ചാർ പെട്ടെന്ന് പാകാവും, മുകൾ ഭാഗത്തെ എണ്ണയില്ലാത്തതുകൊണ്ട് പാകാവാതിരിക്കും. അപ്പോൾ നമ്മളൊന്ന് തിരിച്ച് മറിച്ചൊന്ന് വെച്ച് കൊടുക്കുക ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയുള്ള അച്ചാറാണ്. പാവയ്ക്ക ആയതുകൊണ്ട് കയ്പ്പ് ഉണ്ടാവുമെന്ന് എല്ലാവരും വിചാരിക്കേണ്ട. ആദ്യം നമ്മൾ പിഴിഞ്ഞ് ഇതിലെ കുറച്ച് നീര് കളഞ്ഞ കാരണം കൊണ്ട് കയ്പ്പ് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുക. കയ്പില്ലാത്ത നല്ല പാവയ്ക്ക അച്ചാർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.